ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലബ് ഹൗസിൻ്റെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ക്ലബ് ഹൗസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പെർഫെക്ഷനാണ് സാറേ ഇവരുടെ മെയിൻ. അത്രയ്ക്ക് പെർഫെക്ഷനാണ് ഇവരുടെ എല്ലാ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ആ പുറത്ത് കാണുന്ന ആ ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ഇൻസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ കാണുന്നുണ്ട്. ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് കിഡ്സ് പ്ലേ ഏരിയ. ഈ പ്ലേ ഏരിയയിൽ ലൈറ്റ് സെലക്ട് ചെയ്തത് പോലും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ്, അത്രയ്ക്ക് ഭംഗിയും എലഗൻ ലുക്കും ഒക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു റീഡിങ് ഏരിയ കാണുന്നുണ്ട്. കുട്ടികൾക്ക് ജസ്റ്റ് കളർ ചെയ്യാനും വായിക്കാനും ഒക്കെ. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഒരു മെയിൻ ഏരിയയിലേക്ക് പോകുന്ന ആ ഒരു വേ ആണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ഒരു കഫേ ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കഫേയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയാണ് മെയിൻ ഏരിയയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം ഇങ്ങനെ ഫേർണിച്ചേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഓരോ ഫേർണിച്ചേഴ്സ് ആയാലും അവിടെയുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്ഷനും അടിപൊളി ലുക്കുമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അമാൽഗമേഷൻ ഓഫ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ആർട്ട്. അതന്നെ. പിന്നെ എന്താ പറയുക, ടെക്നോളജിയും ടാലൻറ്റും ഒരുമിച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതാണ് ഇവിടെ കറക്റ്റായിട്ട് കാണുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് പോലും പറയാൻ നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു ലൈബ്രറി പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ബുക്സ് വായിക്കാം, അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാം, അതുപോലെ വർക്ക് ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്യാം, മീറ്റിങ്സ് നടത്താം. ഒരു മൾട്ടി പർപ്പസ് ഏരിയ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഈ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ പറഞ്ഞല്ലോ, ഈ കഫേൻ്റെ അടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കിടക്കുന്നത്. ഇവരുടെ കളർ കോമ്പിനേഷൻ വരെ ഭയങ്കര അട്രാക്റ്റീവാണ്. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നടന്നു വരുന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഔട്ട്സൈഡിലും ആ ഗ്ലാസിൻ്റെ പുറത്തുള്ള പോർഷനാണിത്. ഇവിടെയും സീറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല വെൻറ്റിലേഷനാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയ കാണാൻ പറ്റും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇങ്ങനെ പുറത്തേക്ക് വന്ന് മെയിൻ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് AC ആണ്. ടോപ്പിലേക്കുള്ള സ്റ്റേഴ്സും കാണാം, താഴേക്കുള്ള സ്റ്റേഴ്സും കാണാം. ബേസ്മെൻറ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.